നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത വിസ്മയ ന്യൂസിൻ്റെ പ്രേക്ഷകരെ അറിയിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയത്. വിസ്മയ ന്യൂസ് എന്ന് നിൽക്കുന്നത് പാരിപ്പള്ളി മീനമ്പലത്തിലാണ്. ഇവിടെ പെയിൻറ്റിങ് ജോലികൾക്കിടയിൽ വീണ് പരിക്കേറ്റ സുരേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വാർത്ത ഞങ്ങൾ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കടങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അസുഖത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനെക്കുറിച്ചും അദ്ദേഹം ജീവിതത്തിൽ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ പ്രിയ പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവച്ചിരുന്നു. സന്തോഷമെന്ന് പറയട്ടെ, ഇന്ന് അദ്ദേഹം ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ വിസ്മയ ന്യൂസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അദ്ദേഹത്തെ ചെറുതായി സഹായിച്ചു. അദ്ദേഹത്തിന് ചില സഹായങ്ങളൊക്കെ കിട്ടി. അതിലും വലിയ സന്തോഷം, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഈ വാർത്ത ഞങ്ങളെയും വളരെ സന്തോഷിപ്പിച്ചു. കാരണം ഞങ്ങളെ വിളിച്ച സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ പ്രശ്നങ്ങൾ വിസ്മയ ന്യൂസ് ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഓരോ വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. നിങ്ങളുടെ മാത്രം ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട്, നിങ്ങളുടെ സഹായം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, നിങ്ങളുടെ കാരുണ്യവും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ സ്ഥലങ്ങളിലും പോയി ഞങ്ങളെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നത്. അപ്പോൾ അതിലൊരാളായ ഈ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വിളിച്ച് ഞങ്ങളോട് എനിക്ക് സഹായം കിട്ടി, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, വിസ്മയ ന്യൂസിന് സന്തോഷമുണ്ട്. ആ വിസ്മയ ന്യൂസിൻ്റെ സന്തോഷവും നന്ദിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകരിലേക്കും നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വേദനകൾക്കിടയിലും പരിമിതിക്കിടയിലും നമ്മുടെ സുരേഷ് ഏട്ടൻ വളരെ സന്തോഷത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ഇനിയും നമ്മുടെ പ്രിയ പ്രേക്ഷകരുമായിട്ട് സുരേഷ് ഏട്ടൻ തന്നെ നിങ്ങളോട് സംസാരിക്കും. വിസ്മയ ന്യൂസിന് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിസ്മയ ന്യൂസിൻ്റെ വിഷ്വൽ കണ്ട് എന്നെ സഹായിച്ച, ഇപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സഹായിച്ച എല്ലാ ആൾക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അതുകൂടാതെ നേരത്തെ ഈ ആദ്യത്തെ ഓപ്പറേഷന് ശേഷം എന്നെ സഹായിച്ച മീനമ്പലം നിവാസികൾക്കും എൻ്റെ വീടിൻ്റെ പരിസരവാസികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അത് നേരത്തെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അല്ലാതെ എനിക്ക് ഇനിയുള്ള വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് 10 മാസം ഇപ്പോൾ ഡോക്ടർമാർ സമയം പറഞ്ഞിരിക്കുന്നത്. 10 മാസത്തിൽ കൂടുതൽ എടുക്കും ഇത് ശരിയായി വരാൻ. ഇനി മാസം തോറും ചെക്കപ്പിന് പോകണം. അതിന് പോകുന്നതിന് ഉള്ള ചിലവിനും മറ്റ് കാര്യങ്ങളും എല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. അത് എന്നെ ഇനിയും ഈ സഹായിച്ച രീതിയിൽ നാട്ടുകാരെല്ലാം എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു എൻ്റെ വീടിൻ്റെ കാര്യം. അത് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അത് ബാങ്കുകാർ ജപ്തി ചെയ്ത് ഇങ്ങനെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്താണ് പരിഹാരം എന്ന് വെച്ചാൽ അത് നല്ലവരായ നാട്ടുകാർ സഹകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ എല്ലാ ആൾക്കാരോടും നന്ദി രേഖപ്പെടുത്തുന്നു, എന്നെ ഇപ്പോഴുവരെ സഹായിച്ച എല്ലാവർക്കും. ഞാൻ എൻ്റെ മോളെ കെട്ടിക്കാൻ വേണ്ടിയാണ് ഈ വീടും പുരയിടവും വെച്ച് 2 ലക്ഷം രൂപ ലോൺ എടുത്തത്. അതിപ്പം ഏകദേശം 5 ലക്ഷം രൂപ പുറത്തായി കിടക്കുകയാണ്. അത് ജപ്തിയായി കിടക്കുകയാണ്. അത് എനിക്ക് എൻ്റെ ഈ ആരോഗ്യനില വീണ്ടും കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അത് മാത്രമല്ല എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് എന്തെങ്കിലും സഹായങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ വേദനകൾക്കിടയിലും തൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പ്രിയ പ്രേക്ഷകരുമായിട്ട് സുരേഷ് ഏട്ടൻ പങ്കുവച്ചു കഴിഞ്ഞു. വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളും വീടിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ തുടർന്നുള്ള ജീവിതത്തിലുമൊക്കെ നിങ്ങളുടെ സഹായം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമാണ് പ്രകടിപ്പിച്ചത്. ആ വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. മീനമ്പലത്തിൽ നിന്ന് RS നിഷാദിനൊപ്പം താഹിർ മജീദ്, വിസ്മയ ന്യൂസ്.